KSRTC BTC തുടങ്ങി എന്ന് പറഞ്ഞ പോലെ നമ്മള് 1000 രൂപയ്ക്ക് ഒരു ഫാമിലിക്ക് ഒരു ട്രിപ്പ് പോവാം, ഒരു ദിവസം തങ്ങിട്ട് വരാം. വെറും 1000 രൂപ ഒരു ഫാമിലിക്ക് 2 BHK ഹൗസ്, അക്കോമഡേഷൻ മാത്രം. ബൈക്കും അല്ല, ബുള്ളറ്റും അല്ല, എന്നാൽ ട്രാക്ടറും അല്ല. ഇത് നമ്മുടെ നാട്ടില് പുതിയതായിട്ട് വന്നൊരു വണ്ടിയാണ്. VR ഉണ്ട്, കുതിരസവാരി ഉണ്ട്, എല്ലാ പിന്നെ എന്റർടൈൻമെന്റ് ഫെസിലിറ്റിയും 100 രൂപയ്ക്ക്. അത് സ്വന്തം ഉപയോഗത്തിനുള്ള മറ്റുള്ളവർക്ക് വാടകയ്ക്ക് റെന്റിന് കൊടുക്കുമോ? പിന്നെ വണ്ടിയുടെ ഉപയോഗം ഇപ്പൊ കാണിച്ചു തരാം. അല്ല കാണിക്കണ്ട, കാണിക്കുന്നതിന് മുമ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേരെ. പുറകിനൊക്കെ മാറിക്കോണം. പറമ്പ് കളിക്കുന്ന സാധനം അതില്ല, തുമ്പ കടന്ന് വട്ടം കറക്കുന്നു, അത്രേ ഉള്ളൂ. അത് സ്വന്തം ഉപയോഗത്തിനുള്ള മറ്റുള്ളവർക്ക് വാടകയ്ക്ക് റെന്റിന് കൊടുക്കുമോ? പിന്നെ കാർഷിക ആവശ്യത്തിനെ ഇത് കൊടുത്തല്ലേ പറ്റുള്ളൂ. പുല്ലൂട്ടിക്കത്തൊക്കെ എങ്ങനെ ഒഴിക്കും? പുല്ലൂട്ടി കൊണ്ട് ചെല്ലാൻ പറ്റത്തില്ല. പിന്നെ മിഷൻപാള കൊണ്ട് ചെല്ലാൻ പറ്റുമോ? ഇല്ല. ഇപ്പം താങ്കളുടെ എവിടെ പ്രോപ്പർട്ടി എവിടെയാ ഉള്ളത്? ഒന്ന് പൂഞ്ഞാർ അടിവാരം, ഒന്ന് ഏന്തയാർ, ഒന്ന് കൂറുക, ഒന്ന് രാമക്കൽമേട്. ഇപ്പൊ ഇവിടെ എളങ്ങാട് വരാനുള്ള കാര്യം? ഏന്തയാറുണ്ട്. ഉപയോഗം ഒന്ന് വിശദീകരിക്കാവോ? വണ്ടിയുടെ ഉപയോഗം ഇപ്പൊ കാണിച്ചു തരാം. അല്ല കാണിക്കണ്ട, കാണിക്കുന്നതിന് മുമ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേരെ. ഈ വണ്ടിക്ക് നമ്പർ എനിക്ക് ചോദിക്കുന്ന ഈ വണ്ടിക്ക് രജിസ്ട്രേഷനും ഇല്ല, ഇൻഷുറൻസും ഇല്ല, ടാക്സും ഇല്ല, ഒന്നുമില്ല. അപ്പൊ ഈ വണ്ടി നമ്മുടെ പറമ്പിൽ കൂടെ മാത്രം ഉപയോഗിക്കാം. അപ്പൊ ഇതും കൊണ്ടുള്ള ഉപയോഗം നമുക്ക് എന്തൊക്കെയാ? കളയ്ക്കാം, അവിടെ എന്തൊക്കെ ഫിറ്റ് ചെയ്യാവോ, ട്രാക്ടറെ ഫിറ്റ് ചെയ്യാവുന്ന എല്ലാ സാധനവും ഫിറ്റ് ചെയ്യും. അത് ഊരി വെക്കാം. ഊരി വെച്ച് നമുക്ക് ഇഷ്ടമുള്ള കിഴിക്കാൻ, കളയ്ക്കാൻ. റബ്ബർ കുഴി, വാഴക്കുഴി കുത്തോ? അത് കുത്താൻ പറ്റുന്നത്, ഇത് കറങ്ങുന്ന ഒരു സാധനം ചെയ്യാൻ പറ്റും. ഇതുകൊണ്ട് പറമ്പ് കിളക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ, കുഴി കുഴിക്കാൻ പറ്റത്തില്ല. കുഴി കുഴിക്കാനുള്ള അറ്റാച്ച്മെന്റ് ഫിറ്റ് ചെയ്യാൻ പറ്റും. ഇതിന് പുറയുന്ന ഒരു ഷാഫ്റ്റ് പോകുന്നുണ്ട്, അതിപ്പോ ജനറേറ്ററെ കൊടുത്താൽ കറണ്ട് ഉണ്ടാവും. ഇപ്പൊ നിലവിൽ ഇതിന് അതലോടല്ല. അല്ല, അത് ഫിറ്റ് ചെയ്യണം. ഇപ്പൊ നിലവിൽ ഇത് പറമ്പ് കളയ്ക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പൊ ഇത് എവിടെയും കയറി പോകും. പിന്നെ എവിടെ പോകും? അല്ല, റോഡില്ലാത്തടത്തും ഇത് 4 വീൽ ഡ്രൈവ് ആണോ?
അല്ല ഷൂ ഇല്ല, ഇത് കണ്ടു, ഇത് വെറും വീല്. അപ്പം ഈ ഇച്ചിരി കയറ്റമുള്ളതൊക്കെ പറമ്പിൽ കയറി പോവുമല്ലോ. ആ ഇത് വീല് കറങ്ങാനില്ല, വീല് കറങ്ങുന്നുണ്ട് വീല് കറങ്ങാൻ, അതായത് സ്ലിപ്പാകാണെ പോട്ടില്ല. അപ്പൊ അവിടെ പറമ്പ് ഇങ്ങനെ ഇളക്കി കൊടുക്കുക എന്നുള്ള ഇതും കൂടെ നടക്കുന്നു. പമ്പുകള് JCB കൊണ്ടാണ് കോരണം, മാറ്റണം, നൂർക്കണം, ഇതൊന്നും വേണ്ട, നമുക്ക് ഓടിച്ചു പോയാൽ മതി. ഇത് ഓടിച്ചു പോയാൽ ഇളക്കിയും ആ പുറയിലുള്ള സാധനം നിരപ്പാക്കി വിടുകയും ചെയ്യും. അപ്പൊ നമുക്കിത് കുഴിയെടുക്കാൻ പറ്റത്തില്ല. അതായത് നമുക്ക് ഈ ഇന്ത്യയുടെ തടം അതുപോലെയുള്ള ആ സംഭവങ്ങൾ ഇളച്ചിട്ട് നിരപ്പാക്കി വിടും, ആ പുറയിലുള്ള പലക നിരപ്പാക്കി വിടും. പിന്നെ കപ്പയൊക്കെ ഇറങ്ങണമെങ്കിൽ പിന്നെ അത് നമ്മള് പിന്നെ കപ്പ തടം എടുത്താൽ മതി. തടവൊന്നും എടുക്കാൻ പറ്റത്തില്ല. ഇത് ചുമ്മാ ഇളക്കി തന്നിട്ട് പിന്നെ നമ്മളത് തടം എടുത്താൽ മതി, വെറുതെ ഇടയ്ക്ക് പുറത്ത് കളയ്ക്കാം. ഇത് അങ്ങനെയാണെങ്കിൽ മണിക്കൂറിന് എങ്ങനെ റെന്റ്? മണിക്കൂറിന് 800 രൂപ. മണിക്കൂറിന് 800 രൂപ. എല്ലാ ഇതും കഴിഞ്ഞ് 800 രൂപ മണിക്കൂർ, ഒരു മണിക്കൂറിന്. അപ്പൊ ഇച്ചിരി കയറ്റപ്പുറമൊക്കെ ആണെങ്കിലും കയറി പോകും, കയറുന്നിടത്ത് കയറും. ശരി, ഓക്കെ. ഒരുമാതിരിയുള്ള കല്ലുണ്ടെങ്കിലോ? കല്ല പറ്റത്തില്ല, കല്ല ഉണ്ടെ ഒരു പരിപാടി പറ്റത്തില്ല. കല്ല അത് കിടന്ന് അടിക്കരുത്, പോയി കല്ലെല്ലാം അടിക്കും. അതിന്റെ പല്ല് പോകും, കല്ലുള്ളിടത്ത് നടക്കുകയില്ല. ഇത് ഒരു കൃഷി കപ്പ കഴിഞ്ഞു, കപ്പ കളക്കണമല്ലോ, ഇത് ഓടിച്ചങ്ങ് വിട്ടാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട, ചുമ്മാ അങ്ങ് ഓടിച്ചു വിട്ടാൽ മതി. ഇപ്പൊ ഇതിന്റെ യഥാർത്ഥ കമ്പനി പേരെന്നാ ഈ സാധനത്തിന്റെ? ഇത് സ്വരാജ് കോഡ്. സ്വരാജ് കോഡ്. ഇത് സ്റ്റിയറിംഗ് ഇല്ല, ഹാൻഡില അല്ലേ? ഒന്ന് സ്റ്റാർട്ടാക്കി ചേട്ടാ, ഒന്ന് കാണട്ടെ. ഇത് ക്ലച്ച് ഇതാ അല്ലേ? ഇത് ക്ലച്ച്. ഇതൊന്നുമില്ല, ഇത് ബൈക്കിന്റെ ഒന്നുമില്ല. പിന്നെ ഇത് ഗിയർ ഹൈ ലോ ന്യൂട്രൽ റിവേഴ്സ്. ഇത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ്, ഫ്രണ്ടിലോട്ട് തേർഡ്, റിവേഴ്സ് തേർഡ്. ഇത് ബാക്കിലോട്ടുള്ള സപ്ലൈ കറക്കം പോകും, സപ്ലൈ സപ്ലൈ. ഇത് പൊക്കൻ തട്ടില്ല, ഇത് ഹാൻഡ് ബ്രേക്ക്. ഇപ്പൊ ഹാൻഡ് ബ്രേക്ക് ഇട്ടാണ് വണ്ടി കിടക്കുന്നത്. ഓക്കെ. ഇതിപ്പോ വലിച്ച് സ്റ്റാർട്ടാണ്, ബാറ്ററി വേണ്ട. സെൽഫുണ്ട്, ഇപ്പൊ ബാറ്ററി ലോയാ. നമ്മളിവിടെ വന്നു. റിവേഴ്സ് ഉണ്ടോ ചോദിച്ചേ? റിവേഴ്സ് കാല് നോക്കിയാണ്, കാല്. വലിയ ട്രാക്ടർ പറയും ചെറിയ ട്രാക്ടർ, ബാക്കി സംഭവം എല്ലാം ട്രാക്ടറിന്റെ തന്നെ. ഇതിപ്പം ബാക്കിലെ അറ്റാച്ച്മെന്റ് കിളയ്ക്കുന്ന വെച്ചേക്കുന്നത്. അത് ഊരി വെച്ചാൽ പിന്നെ നമുക്ക് പിന്നെ ടൂറിസമായിട്ടൊക്കെ ചുമ്മാ റൈഡായിട്ടൊക്കെ ഉപയോഗിക്കാം. ഫോർ വീലാണ്, ടൂ വീലാണ്, ഓഫ് റോഡാണ്. അപ്പൊ എവിടെയും കയറി പോകും. അപ്പൊ ഇതിന്റെ ബാക്കില് ഇതെന്താ, കുഴിയെടുക്കാൻ പറ്റുമോ? അതിന്റെ പേരാണ് റൊട്ടോവേറ്റർ. കുഴിയെടുക്കാൻ പറ്റിയല്ല, അത് കറങ്ങിക്കൊണ്ടിരിക്കും. നമ്മൾ എന്ത് അറ്റാച്ച്മെന്റ് ചെയ്യുന്നോ അത് കറക്കും. ഇതിപ്പോ ഒരു വിഞ്ച് കെട്ടിയാൽ കെട്ടി വലിക്കത്തില്ലേ എന്ന് പറഞ്ഞാൽ എന്തോ കുറെ വെറൈറ്റി ഹാൻഡ് സ്റ്റിയറിംഗ് ഉള്ളതല്ല നമ്മൾ കണ്ടിട്ടുള്ളത്. ഇത് കാണണമെങ്കിൽ ദുബായ് ഡെസേർട്ട് സഫാരി പോകും, അവിടെ മാത്രമേ ഉള്ളൂ. ഹലോ, അപ്പൊ അരുണിന്റെ ഒരു ഹിസ്റ്ററി നിങ്ങൾ പറയാമോ? അരുണ ഇതിങ്ങനെ എടുക്കാനും ഇത് ഉപയോഗിക്കാനുള്ള കാരണം അരുണിന്റെ ഹിസ്റ്ററി എന്തായിരുന്നു? ഇതിനുള്ള ജോലി എന്തായിരുന്നു? ജോലി 20 വർഷം ഇന്ത്യൻ നേവി ജൂനിയർ കമ്മീഷൻ ഓഫീസർ, റിട്ടയർഡ്. ഇപ്പൊ ട്രാവൽ ആൻഡ് ടൂറിസം പരിപാടിയാണ്. അപ്പൊ ഇതെങ്ങനെ ഇതെടുക്കാനുള്ള പ്രയോജനം എന്താ ഉണ്ടായത്? എന്ന് പറഞ്ഞാൽ ഇതിപ്പോ കാർഷിക ഉപയോഗത്തിനുള്ള സാധനമാണ്, ടൂറിസത്തിനുമാണ് ഒരു വെറൈറ്റി. ടൂറിസം എന്ന് പറയുമ്പോ ഇതും കൊണ്ട് നിങ്ങൾക്ക് ഒരു 100 രൂപ ഒരു റൗണ്ട് അടിച്ചിട്ട് വരാം. ഏതാണ്? എങ്ങനെ? ഓഫ് റോഡ് വേണല്ലേ? ഓഫ് റോഡ് ഇവിടെ വേണേ, ഇവിടെ എവിടെ ആണെങ്കിലും ഓടിക്കാൻ റീൽ എടുക്കാം. ഇതിന് എന്നാ വില വരും? 2.5 ലക്ഷം, അത്രേ ഉള്ളൂ. ഇത് യൂസ് ചെയ്യുന്ന ഇന്ധനം പെട്രോളാ? ഇത് ഹോണ്ടയുടെ എഞ്ചിനാണ്, നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന ജനറേറ്ററിന്റെ എഞ്ചിൻ. ഇത് വലിച്ച് സ്റ്റാർട്ടാക്കാം, സെൽഫ് സ്റ്റാർട്ടാക്കാം. ബാറ്ററി ലോ ആയതുകൊണ്ട് അപ്പൊ ഇതിന് നിലവിൽ പെർമിറ്റും വേണ്ട, ഇൻഷുറൻസും വേണ്ട, ടാക്സും വേണ്ട. അഗ്രികൾച്ചർ നമ്മള് സ്വന്തം പ്രോപ്പർട്ടിയിൽ മാത്രം ഉപയോഗിക്കാനുള്ള റോഡ് അതുള്ള പെർമിറ്റ്. റോഡ് അതോറിറ്റി ഇല്ല, നമുക്ക് പെട്രോൾ പമ്പിലൊക്കെ പോയി അടിക്കാം. പെട്രോൾ പമ്പിൽ ചെന്നാൽ പെട്രോൾ അടിച്ചു തരും. റോഡിൽ നമ്മൾ ഇത് ഓടിക്കുന്നതിന് അനുമതി ഇല്ലെന്നാണ് പറയുന്നത്. അനുമതി ഇല്ലെന്ന് പറഞ്ഞാല് ഇതിന് രജിസ്ട്രേഷൻ തരത്തില്ല. പിന്നെ ടൂറിസത്തിന് നമ്മൾ എങ്ങനെ ഉപയോഗിക്കും? അല്ല, ഇതിന് ഈ വണ്ടിക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള HP ഇല്ല, കുറവാ. അപ്പം ഓടിക്കാം.
അതല്ലേ ഞാൻ അതായത് നമുക്ക് ഞാൻ ചില വണ്ടി നമുക്ക് അങ്ങനെ അനുമതി നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മളിപ്പോ ഒരാളെ കൊണ്ട് അല്ലെങ്കിൽ ഒരു 100 രൂപ മേടിച്ചുകൊണ്ട് ഒരാൾക്ക് കറങ്ങാൻ വേണ്ടി അവസരം കൊടുക്കുമ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഇൻഷുറൻസ് സംവിധാനം ഇല്ലല്ലോ അതിന്. ഇല്ലില്ല, ഇൻഷുറൻസ് ഇല്ല. ഇത് ഒഫീഷ്യലി അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മുടെ ഓൺ പ്രോപ്പർട്ടിയിൽ ഇട്ട് ഓടിക്കാം. സ്വന്തം ഉപയോഗം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഈ കാർഷിക മേഖലയ്ക്ക് കൃത്യമായിട്ട് നമുക്ക് ജനങ്ങളിൽ കൃഷിയുടെ അവബോധം വർദ്ധിപ്പിക്കും. കാർഷിക ആവശ്യത്തിന് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ. ടൂറിസം നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. സ്വന്തം ഉപയോഗത്തിനാണ് ടൂറിസം പറ്റും. പറഞ്ഞാൽ ഇത് ഇപ്പൊ ഞാൻ RC ബുക്ക് MBD എടുത്ത് പോയി രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞാൽ അവർ രജിസ്റ്റർ ചെയ്യത്തില്ല. അതിന് നിയമമില്ല ഇതിനകത്ത് HP കുറവാ, 15 HP താഴെയാ. 15 HP താഴെയുള്ള ഒഫീഷ്യലി രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ല. അതിന്റെ എൻജിൻ കപ്പാസിറ്റി കുറവാണ്. അതിന് കൂടുതലാണെങ്കിലേ രജിസ്റ്റർ ചെയ്യാൻ പറ്റൂ. ഇത് രജിസ്റ്റർ ഇതെങ്ങും രജിസ്റ്റർ ചെയ്യുന്നില്ല ഈ വണ്ടി. ടില്ലർ ചെയ്യുന്ന പോലെ ഇല്ലേ, വീഡർ ടില്ലർ, അതിന്റെയൊക്കെ HP താഴെയുള്ള. ഈ 15 HP കൂടെയുള്ളതാണ് രജിസ്റ്റർ. പിന്നെ ഇത് മോട്ടോർ വണ്ടിയാണ്. ഈ ഇപ്പൊ പെട്രോൾ എഞ്ചിനുള്ള കാർട്ടില്ലേ, അതിന് ഒരു HP താഴെയാണെങ്കിൽ രജിസ്റ്റർ ചെയ്യണ്ട. ഗിയറുണ്ട്. ഇത് ഹൈ, ലോ, ന്യൂട്രൽ, റിവേഴ്സ്. ഇവിടെ 1 2 3 പുറകോട്ടും 3 മുന്നോട്ടും 3. അല്ലാണ്ട് ഗിയർ ചേഞ്ച് കൊടുക്കേണ്ട കാര്യമില്ല. ഇല്ല, ഒരു പ്രാവശ്യം ഇട്ട് അങ്ങ് പോകും. അപ്പൊ ഇത് നല്ല ഉയരമുള്ള സ്ഥലങ്ങളിൽ പണി നടക്കുമെന്നാണ് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ മറ്റേ JCB കിളക്കണം, മൂടണം, നിരപ്പാക്കണം, ഇതൊന്നും വേണ്ട. ഇത് ഓടിച്ചെന്ന് പോയാൽ ഇത് കിളക്കി നിരപ്പാക്കി നാട്ടിൽ മൊത്തം. നമ്മുടെ പ്രോജക്ട് എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് ഫോർ എവരി ടു ഫാമിലി. ബഡ്ജറ്റ് ഫോർ ട്രിപ്പ് ഫോർ എവരി ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ 1000 രൂപയ്ക്ക് കൂർഗി താമസിക്കാം, 2 BHK വീട്, ഏന്തയാർ താമസിക്കാം, വാഗമണ് താമസിക്കാം, രാമക്കൽമേട് താമസിക്കാം, ഇലവിട പുഞ്ചർ താമസിക്കാം, പൂഞ്ഞാർ അടിവാരത്ത് താമസിക്കാം. ഒരു വീട് 2 BHK 1000 രൂപ. ഒരു 24 hours എത്ര പേര് വേണേലും താമസിച്ചു, ഒരു കുഴപ്പമില്ല. ഹോം സ്റ്റേ അല്ല. അപ്പൊ നമ്പർ 24 മണിക്കൂർ നമ്പർ പരസ്യമായി കിടക്കുന്നത്. ശരി, സൂം ചെയ്തു. 99 ആണോ? ആണോ? റിയാലിറ്റി അത് വണ്ടിക്കകത്തുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ല, ഇപ്പൊ എടുത്തോണ്ടിരാം. അത് വേറെ സംഭവം. പക്ഷെ അത് റിയാലിറ്റി നമ്മള് കണ്ണ വെച്ചേക്കുന്നത് ഈ സാധനം. ചുമ്മാ എനിക്ക് പിടിക്കാൻ എവിടെ ഒരു കൈ പിടിക്കാനുള്ള സംവിധാനം വേണ്ടേ? വേണ്ടെന്നൊന്നും ഇല്ല, ആരെങ്കിലും പിടിച്ചാൽ താഴെ. അല്ലെങ്കിൽ അത് കണ്ടു കഴിയുമ്പോ മേടിച്ച് താഴെ. VR ഉണ്ട്, കുതിരസവാരി ഉണ്ട്, എല്ലാ പിന്നെ എന്റർടൈൻമെന്റ് ഫെസിലിറ്റിയും 100 രൂപയ്ക്ക്. 100 രൂപ VR, 100 രൂപ. നേവിൽ എത്ര വർഷം ഉണ്ടായിരുന്നു? നേവിൽ 20 വർഷം. ഇത് നമ്മുടെ ഉടമസ്ഥയിലാണ് ഈ 1K എക്കോണമി ഹിൽ ടൂറിസം. നമ്മുടെ ഞാനാ ഓണർ. ആണല്ലേ? അരുൺ കോട്ടയം കങ്ങട, ഫേസ്ബുക്ക്. അപ്പൊ നമ്മൾ ഈ വാഗമണിൽ ഇത് തുടങ്ങിയിട്ട് എത്ര നാളായി? വാഗമണ്ണല്ല, ഈ ഉറുമ്പിക്കരയുടെ ടൂറിസം ഇല്ലേ, ഭയങ്കര അല്ലേ ഇത് ഉറുമ്പിക്കര എന്ന് പറഞ്ഞാൽ. പിന്നെ മറ്റേ ഇത് മറ്റേ ഇവിടുത്തെ പിന്നെ മുതുവരയോ? മുതുകോര മല കേട്ടില്ലേ? അല്ല, വാഗമൺ ഇല്ല. വാഗമണിൽ പോകത്തില്ല. വാഗമണിൽ അടുത്ത് അവിടെ ഇപ്പൊ ഓൾറെഡി റഷ് അല്ലേ. നമ്മൾ പറഞ്ഞാൽ സെലിബ്രിറ്റി വന്നാലും ആർക്കും ഒരു ശല്യം ഇല്ലാത്ത സ്ഥലം നോക്കിയാണ് പിടിക്കുന്നത്. എല്ലായിടത്തും വെള്ളച്ചാട്ടം, പ്രൈവറ്റ്. ഇപ്പം പൂഞ്ഞാർ അടിവാരം പ്രൈവറ്റ് അവിടെ വെള്ളച്ചാട്ടം ഉണ്ട്. ആ വെള്ളച്ചാട്ടമല്ല, നമ്മുടെ വേറൊരു വെള്ളച്ചാട്ടം പള്ളിയുടെ മേലിലോട്ട് 1 കിലോമീറ്റർ ആയത് സ്വന്തം സ്ഥലത്ത്. അടിവാരത്തിനോട് വലിയ കുഴി, അടിവാരം പള്ളിയുണ്ട്. ഇത് കക്ഷിയുടെ സ്വന്തം പ്രോപ്പർട്ടിയില്, എന്റെ സ്വന്തം പ്രോപ്പർട്ടി. ട്രിപ്പ് പോരാ എല്ലാ ഈ KSRTC BTC തുടങ്ങി എന്ന് പറഞ്ഞ പോലെ നമ്മള് 1000 രൂപയ്ക്ക് ഒരു ഫാമിലിക്ക് ഒരു ട്രിപ്പ് പോവാം. ഒരു ദിവസം തങ്ങിട്ട് വരാം. വെറും 1000 രൂപ ഒരു ഫാമിലിക്ക്. 2 BHK ഹൗസ്, അക്കോമഡേഷൻ മാത്രം. പിന്നെ ഫുഡില്ല. ഫുഡിന്റെ ഫെസിലിറ്റി ഉണ്ട്, അത് എക്സ്ട്രാ. എല്ലാം ഹോം സ്റ്റേ. കേരളം മൊത്തം വ്യാപിപ്പിക്കാൻ പോകും. എന്നാലും നിങ്ങളുടെ സംരംഭം വളരെ ഇങ്ങനെ കേരളം മൊത്തം വ്യാപിക്കട്ടെ. കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. വളരെ സന്തോഷം. ഓക്കെ, നമ്മളോട് സഹകരിച്ചതിന് വളരെ നന്ദി. മതി മതി.